മാഡത്തിന്റെ സൈഡിൽ നിന്ന് എനിക്ക് കിട്ടിയ ആൻസർ ചെയ്യേണ്ട കാര്യം എനിക്ക് ഇപ്പോഴും പോകുന്നതായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. ഹലോ, കേൾക്കാമോ? ഓക്കെ, KSRTC ഹെൽപ്പ് ലൈൻ നമ്പർ അല്ലേ? ഓക്കെ, എനിക്ക് കാര്യം അറിയുന്നതിന് വേണ്ടിയാണ്. അതായത് ഞാനിപ്പോൾ ട്രിവാൻഡ്രമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൂടുതലും ഈ KSRTC ബസ്സിനെ ആശ്രയിക്കുന്നുണ്ട് അത്യാവശ്യം. അപ്പോൾ പല ദിവസങ്ങളിലും ഞാൻ പോകുന്ന ബസ് ഇപ്പം പല പ്രോബ്ലംസ് ആയിട്ട് റോഡിൽ സ്റ്റോപ്പ് ആവുകയും വേറെ വണ്ടികൾ വന്നിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് പിന്നെ അങ്ങനെ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈ ന്യൂസിലും അത് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരുപാട് വണ്ടിയിൽ പോകുന്ന വഴിക്ക് എൻ്റെ ആക്സിൽ ഒടിഞ്ഞു പോവുക, ടയർ ഊരി പോവുക, അങ്ങനെയൊക്കെ ഇപ്പം റീസെൻ്റ് ആയിട്ട് ഞാനത് ആ ഒരു ഇഷ്യൂ ഞാൻ ന്യൂസിൽ കണ്ടതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? അതായത് ഇതുപോലെ ഇഷ്യൂസ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ പ്രൈവറ്റ് ബസ്സിലോ അങ്ങനെ ഞാൻ കാണുന്നില്ല. അപ്പോൾ KSRTC സൈഡിൽ നിന്ന് ആണ് ഇങ്ങനെ കൂടുതൽ ഞാൻ കാണുന്നത്. അപ്പം എന്താണ് നിങ്ങളിതിന് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് കണ്ടിന്യൂസ് ആയിട്ട്? ഞാൻ ചോദിച്ചത് വ്യക്തമായോ? ഓക്കെ, അതായത് KSRTC ഫുൾ ഓക്കെ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റാൻഡ് ആണെങ്കിൽ കൂടി സ്റ്റാൻഡും ഡിപ്പാർട്ട്മെന്റ് കാണുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ KSRTC ഫുൾ ആയിട്ട് കൺട്രോൾ ഹെൽപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ആ ഒരു സെൻട്രൽ ആയിട്ട് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവില്ലേ? ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കുള്ളത്. മെക്കാനിക്കൽ സെക്ഷൻ ആണെങ്കിൽ മെക്കാനിക്കൽ അവർക്ക് തന്നെ അവർക്ക് പരാതി അയച്ചാലേ പറ്റൂ. അല്ല, ഞാൻ ഓക്കെ മെക്കാനിക്കൽ അങ്ങനെയല്ല, ഞാൻ ഇതൊരു ജനറൽ ആയിട്ടുണ്ടാകുന്ന ഇഷ്യൂസ് അല്ലേ? അപ്പോൾ നിങ്ങൾ KSRTCയുടെ സൈഡിൽ നിന്ന് നിങ്ങൾ എന്താണ് ഇതിന് പോകാൻ വഴിയായിട്ട് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ ബസ് ഇപ്പം വഴിയിലാവുന്നു, പകരം അതിനെ കംപ്ലൈന്റ് മാറുന്നു, അല്ലെങ്കിൽ വേറെ ബസ് കൊണ്ടുവന്ന് അത് ചെയ്യുന്നു. അതാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ചോദിച്ചത് ഓക്കെ അതെനിക്കറിയാം, അതല്ല ഞാൻ ചോദിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവുന്നു. അപ്പോൾ അത് നിങ്ങൾ റെക്ടിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയേണ്ടത്. അതായത് മാക്സിമം ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. ഓക്കെ, പിന്നെ മെക്കാനിക്കൽ സൈഡിൽ നിന്നും അവരോട് നല്ല നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ചെയ്യാൻ നമ്മുടെ ഭാഗത്ത് തന്നെയാണ് ചെയ്യുന്നത്. ബാക്കിയുടെ ഏത് ബസ്സാണ് വീട്ടിലുള്ളത് അവിടുത്തെ മെക്കാനിക്കും അവരുടെ സെക്ഷനാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് എന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് നിർദ്ദേശിക്കുന്നത് ഈ ബസ്സുകളുടെ ഞാൻ ചോദിച്ചത് എനിക്കിപ്പോ മാഡത്തിന്റെ സൈഡിൽ നിന്ന് എനിക്ക് കിട്ടിയ ആൻസർ എനിക്ക് അത്ര ഒരു എന്താണ് എനിക്ക് അറിയേണ്ട കാര്യം എനിക്ക് ഇപ്പോഴും പോകുന്നതായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്, ഇനി ഉണ്ടാവാതിരിക്കാനായിട്ട് എന്തൊക്കെയാണ് ഒന്നാണ് എനിക്ക് അറിയേണ്ടത്. പക്ഷേ മാഡം പറയുന്നു ഇതുപോലെ ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഞാൻ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞാൻ ഒന്നുകിൽ എനിക്ക് അങ്ങനെ എല്ലാ ദിവസങ്ങളും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നല്ല പറഞ്ഞു. ഞാൻ പോകുന്ന സമയങ്ങളിൽ ഒന്നുകിൽ ഞാൻ പോകുന്ന ബസ്സിൽ തന്നെ ഇതുപോലെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ വേറെ വണ്ടികളിൽ അങ്ങനെ ഫേസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പല ഭാഗങ്ങളിലുമായിട്ട് ഇങ്ങനെ ഉള്ള ന്യൂസുകൾ, അതായത് അപകടങ്ങളുണ്ടായി, അല്ലെങ്കിൽ വണ്ടി പോകുന്ന വഴിക്ക് സ്റ്റോപ്പായി, എഞ്ചിൻ എന്താണ് സ്റ്റക്കായെന്നോ വീൽ ഊരി പോയെന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസുകൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എന്ത് പോകാൻ വഴി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു മാത്രം ഓക്കെ നമ്മൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കാൻ അങ്ങനെ ആണെങ്കിൽ ഞാനിപ്പോൾ എവിടെയാണ് ഇത് ചെയ്യേണ്ടത്? തന്നെയാണ്. ഓക്കെ, ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ പോകുന്ന നമുക്ക് KSRTCയിലെ ഒരു ആക്സിഡന്റ് റിഡക്ഷൻ സെല്ലുണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് യൂണിറ്റ് തലത്തിൽ ആദ്യ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ക്ലാസുകളെല്ലാം എടുക്കുന്നുണ്ട്. അതെല്ലാം ചെയ്യുന്നുണ്ട്. ക്ലാസുകൾ എടുക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയും അവരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഞാൻ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെതല്ല ഞാൻ ചോദിച്ചു. വണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ഏതോ ദിവസം ഈ വണ്ടിയുടെ ബാക്ക് ടയർ സെറ്റോടെ ഊരി വേറെ വണ്ടിയിൽ ഇടിച്ചെന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഇത് ഡിപ്പോയിലായാലും അവർക്ക് തന്നെയല്ലേ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഫുള്ള്? അതെ അതെ, ഇതൊന്നും ചെക്ക് ചെയ്യാതെയാണോ ഒരു അങ്ങനെ ഇപ്പം ചെക്ക് ചെയ്ത് തന്നെയാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്നത്. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇപ്പൊ വണ്ടികൾ പഴക്കമുള്ള വണ്ടികളല്ലേ, അങ്ങനെ റെയറായിട്ടേ സംഭവിക്കാറുള്ളൂ. അല്ല, ഞാൻ റെയറായിട്ടെന്ന് അങ്ങനെ പറയുമ്പോ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പ്രൈവറ്റ് ബസ്സുകളും ഇതുപോലെ ഇതേ സെയിം റൂട്ടുകളിലൊക്കെ ഓടുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളത് അത്രയും ഞാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അതങ്ങനെ ഫേസ് ചെയ്യുന്നില്ല. ഈ ഇതുപോലെ വണ്ടി ഒന്നിൽ സ്റ്റോപ്പ് ആവുക, അല്ലെങ്കിൽ ഇതുപോലെ ടയർ, അങ്ങനത്തെ കുറെ ഇഷ്യൂസ്. അപ്പൊ ഞാൻ അവരുടെ സൈഡിൽ നിന്ന് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കേൾക്കാറുമില്ല, കാണുന്നതുമില്ല. അപ്പൊ ഇത് റെയർ ഇഷ്യൂസ് എന്ന് പറയാൻ പറ്റൂല. ഇപ്പം സാറിന് വേണമെങ്കിൽ രേഖാമൂലം CMDക്ക് മെയിൽ അയക്കാം. ഡീറ്റെയിൽസ് എല്ലാം CMD